ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. അതിനുശേഷം നിങ്ങൾ സീരീസ് എക്സാമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, അന്ന് വാട്ടർ ജെറ്റ് മെഷീനിങ് ഞാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതെന്ന് ഞാൻ ഒന്ന് വിട്ടുപോയതാണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഒന്നുമില്ല, വാട്ടറും കൂടി പാസ് ചെയ്യുന്നുള്ള സംഭവം, അബ്രസീവ് പാർട്ടിക്കിൾസും കൂടി അതിലെ മിക്സ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് അബ്രസീവ് ജെറ്റ് മെഷീനിങ് ആൻഡ് അൾട്രാസോണിക് മെഷീനിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സുകളാണ്. നോൺ കൺവെൻഷണൽ മെഷീനിങ്ങിലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റത്തെ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് പറഞ്ഞാൽ? AWJM എന്നാണ് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഷോർട്ട് ഫോം എപ്പോഴും ആലോചിച്ച് നോക്കണേ. നിങ്ങളോട് ചിലപ്പോൾ എക്സാമിൽ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് എന്ന് ചോദിക്കണമല്ല, AWJM എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആ പേര് നിങ്ങളെപ്പോഴും നിങ്ങൾ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾ തന്നെ പറയൂ, വാട്ട് യു മീൻ ബൈ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ്? ഇത് ഏകദേശം നമ്മൾ വാട്ടർ ജെറ്റ് മെഷീനിങ്ങിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇതിൽ നമ്മൾ എക്സ്ട്രാ നമ്മളൊരു അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ ഒരു വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നോസിൽ വഴി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ തന്നെയാണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി നമുക്ക് അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ് പോലത്തുള്ള മെറ്റീരിയൽസിനെയാണ് അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇത് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ എന്ത് മെറ്റീരിയലാണോ റിമൂവ് ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്തെടുക്കുന്ന ടെക്നിക്കിനെയാണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. Abrasive water jet machining (AWJM) is a subcategory of a water jet machining in which abrasive is introduced in the water to accelerate the process. അതായത് നമ്മുടെ അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മൾ വാട്ടറിൽ ഇടുമ്പോൾ ഒന്നുകൂടി ആക്സിലറേഷൻ കൂടും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഫാസ്റ്റ്ലി നമുക്ക് മെറ്റീരിയൽ റിമൂവ് ആയി കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? Abrasive particles such as aluminum oxide or silicon carbide are added. ഈ അബ്രസീവ് പാർട്ടിക്കിൾസിനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ് പോലുള്ള മെറ്റീരിയലാണ്. പിന്നെ ഡയമണ്ട് പോലുള്ള എത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ അത് മെയിൻലി യൂസ് ചെയ്യില്ല. മെയിൻലി യൂസ് ചെയ്യുന്നത് അലുമിനിയം ഓക്സൈഡ്, സിലിക്കൺ കാർബൈഡ്, ബോറോഡ് ഓക്സൈഡ് പോലത്തുള്ള മെറ്റീരിയൽസാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നത് അലുമിനിയം ഓക്സൈഡാണ്. കാരണം ചീപ്പ് റേറ്റിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അബ്രസീവ് പാർട്ടിക്കിൾസും കൂടിയാണ് നമ്മൾ ഈ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത്. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഇൻക്രീസസ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അതായത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന റേറ്റ് നമുക്ക് ഈ ഒരു അബ്രസീവ് പാർട്ടിക്കിൾസും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അബ്രസീവ് പാർട്ടിക്കിൾസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഈ ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ആൻഡ് അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഫോർ വേരിയസ് തിക്നെസ് ക്യാൻ ബി കട്ട് ഇൻ സിംഗിൾ ഓർ മൾട്ടി ലെയർ. അതായത് നമുക്ക് മെറ്റാലിക്കോ അല്ലെങ്കിൽ നോൺ മെറ്റാലിക്കോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസൊക്കെ തിക്നെസ് കൂടിയ കാര്യങ്ങളൊക്കെ വളരെ ഈസിലി സിംഗിൾ ഓർ മൾട്ടി ലെയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് കോൾഡ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയണത്? This process is suitable particularly for heat sensitive material that cannot machined by process in heat is produced. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത, അതായത് ചില മെറ്റീരിയൽസ് നമ്മൾ ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടിക്കിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ആ പോയിന്റ് പറഞ്ഞത്. ദിസ് പ്രോസസ് ഈസ് സൂട്ടബിൾ particularly for ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസൊക്കെ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടെക്നിക്ക് വളരെ ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദിസ് പ്രോസസ് മേ നോട്ട് ബി അക്സെപ്റ്റബിൾ ഫോർ സിറ്റുവേഷൻ റിക്വയറിങ് ഹൈ പ്രൊഡക്ഷൻ റേറ്റ്. അതായത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ഒന്നും പ്രതീക്ഷിച്ച് ഇത് ചെയ്യരുത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദിസ് പ്രോസസ് നോട്ട് ബി അക്സെപ്റ്റബിൾ ഫോർ സിറ്റുവേഷൻ റിക്വയറിങ് ഹൈ പ്രൊഡക്ഷൻ റേറ്റ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? വിത്ത് ദ മൾട്ടിപ്പിൾ ആക്സിസ് ആൻഡ് റോബോട്ടിക് കൺട്രോൾ മെഷീൻ ആൻഡ് കോംപ്ലക്സ് 3-dimensional പാർട്സ് ക്യാൻ ബി ഈസിലി മെഷീൻഡ് ബൈ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് മെഷീനിങ്. അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒന്നെങ്കിൽ മൾട്ടി ആക്സിസോ അല്ലെങ്കിൽ റോബോട്ടിക്
കൺട്രോൾ പോലുള്ള മെഷീനിങ് പ്രോസസ്സുകളോ അല്ലെങ്കിൽ കോംപ്ലക്സ് 3 ഡയമെൻഷനിലുള്ള കോംപ്ലക്സ് ഫിഗേഴ്സൊക്കെ നമുക്ക് മെഷീൻ ചെയ്ത് ഈസിലി നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടൊരു നമ്മളെ വാട്ടർ പാർട്ടിക്കിൾസ് നമ്മളെ ഒരു പൈപ്പ് വഴി നോസിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇവിടെ അബ്രസീവ് പൗഡേഴ്സ് മിക്സ് ചെയ്ത് അലുമിനിയം ഓക്സൈഡ് പോലുള്ള മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ നമ്മളെ ഈ ഒരു നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മിക്സ് ചെയ്ത സാധനം നമ്മളെ ഈ നോസിൽ വഴി ഹൈ പ്രഷറിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് മെറ്റൽ റിമൂവ് ചെയ്തെടുക്കുന്ന ഈ ഒരു മെറ്റീരിയൽ റിമൂവ് എടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ വാട്ടർ ജെറ്റ് മെഷീനിങ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എഴുതേണ്ട ഒരു ടേമാണ് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, കുറേ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അബ്രസീവ് ജെറ്റ് മെഷീനിങ്. അപ്പം ഇതാണ് നമ്മൾ അടുത്ത എടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഫിഗർ പറയുന്നത് എന്താ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് അഥവാ AWJM എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും AWJM എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും. വാട്ട് യു മീൻ ബൈ അബ്രസീവ് ജെറ്റ് മെഷീനിങ് അഥവാ AWJM? ബേസിക്കലി അബ്രസീവ് ജെറ്റ് മെഷീനിങ് എന്ന് പറഞ്ഞാൽ അബ്രസീവ് ജെറ്റ് മെഷീനിങ് ഈസ് ദ ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് ഡ്രൈ എയർ അല്ലെങ്കിൽ നൈട്രജൻ ഓർ കാർബൺ ഡയോക്സൈഡ് എന്തോ ആവാം. ഓക്കെ, വിച്ച് ഈസ് കണ്ടെയ്നിങ് അബ്രസീവ് പാർട്ടിക്കിൾ ഈസ് എയിംഡ് ടു വർക്ക് വിത്ത് സർഫസ് അണ്ടർ കൺട്രോൾഡ് സർഫസസ്, കൺട്രോൾഡ് കണ്ടീഷൻസ്. അതായത് ഒന്നുമില്ല, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള വാട്ടറാണ് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒന്നെങ്കിൽ കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ നമ്മൾ നൈട്രജൻ പോലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മളൊരു ചാമ്പറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത സംഭവം ഹൈ പ്രഷറിൽ നമ്മൾ ഈ നോസിൽ വഴി നമ്മളെ വർക്ക് പീസിലേക്ക് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മളെ മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ മെറ്റീരിയൽ റിമൂവ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദ ഇമ്പാക്ട് ഓഫ് particles development a sufficiently concentrated force to perform operations such as, അതായത് the impact of particle development sufficiently concentrated force is perform the operation such as. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് cutting a small holes, slots or intricates the patterns in very hard or brittle metallic and non-metallic material. അതായത് നമുക്ക് മെറ്റാലിക്കോ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് മെറ്റീരിയൽസോ അഥവാ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽസിലോ നമുക്ക് സ്മോൾ ഹോൾസ്, സ്ലോട്ട്, അതുപോലെ ഡിഫറെൻറ്റ് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അബ്രസീവ് ജെറ്റ് മെഷീനിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ഡീബറിങ് ഓർ റിമൂവിങ്, അതായത് അതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് വളരെ ഈസിലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അടുത്തത്. ദെൻ ട്രിമ്മിങ് ആൻഡ് ബിവിലിങ്, അതായത് നമ്മൾ സൈഡൊക്കെ ട്രിം ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു ജെറ്റിംഗ് മെഷീൻ കൊണ്ട് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കഴിയും. ദെൻ നെക്സ്റ്റ് എന്താണ് റിമൂവിങ് ഓക്സൈഡ്സ് ആൻഡ് അതർ സർഫസ് ഫിലിംസ്. ഇതിൻ്റെ മുകളിൽ റിമൂവിങ് ഓക്സൈഡ്സ് ആൻഡ് അതർ സർഫസ് ഫിലിംസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ ജനറൽ ക്ലീനിങ് ഓഫ് കമ്പോണൻറ്റ് വിത്ത് ഇറഗുലർ സർഫസസ്, ഇത്രയാണ് നമ്മൾ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സിൽ നമുക്ക് പറയണം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് അബ്രസീവ് ജെറ്റ് മെഷീനിലെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ് മേജർ പാർട്സ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഒരു അബ്രസീവ് ജെറ്റ് മെഷീനിങ്ങിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം എന്തൊക്കെ പാർട്സാണ് ഇതിലുണ്ടാവുക? ഒരു ഗ്യാസ് സപ്ലൈ ഉണ്ട്. ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്രസ്ഡ് എയർ ആക്കാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള നൈട്രജൻ പോലുള്ള വാതകങ്ങൾ ഗ്യാസസും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫിൽറ്റർ ഉണ്ടാവും. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എന്താ ഫിൽറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യും. ദെൻ നമ്മളൊരു പ്രഷർ റെഗുലേറ്റേഴ്സ്, വാൽവ് പോലത്തെ സംഭവം റെഗുലേറ്റേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഇതിനെ പ്രഷറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഹൈ കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ദെൻ ഇതിനെയാണ് ഒരു മിക്സിംഗ് ചാമ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ദെൻ നമ്മൾ ഈ കംപ്രസ്ഡ് എയർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് ഇതിലേക്ക് വന്ന് മിക്സ് ചെയ്യും. ദെൻ വൈബ്രേറ്റർ യൂസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കും.
ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് കൺട്രോൾ വാൽവ് ഉണ്ട്. ഫുഡ് കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞാൽ അതായത് ഇതിൽ നിന്ന് എത്ര പ്രഷറിലാണെങ്കിൽ നമ്മുടെ നോസിലേക്ക് പോകേണ്ടതെന്നുള്ള കൺട്രോൾ ചെയ്യാനാണ് ഫുഡ് കൺട്രോൾ. ഇതിൻ്റെ സപ്ലൈ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള കൺട്രോൾ ചെയ്യാനാണ് ഫുഡ് കൺട്രോൾ വാൽവ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് നമ്മുടെ ഒരു നോസിലിൻ്റെ ഹോൾഡറിലേക്ക് കൊടുക്കും. നോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് നോസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് ഓൾറെഡി അറിയാം, അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് വീതി കൂടുതലായിരിക്കും, നമുക്ക് ഇജക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് വീതി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് പാസ് ചെയ്യും. ദെൻ ഹൈ വെലോസിറ്റിയിൽ നമ്മുടെ ഈ മിക്സ് ചെയ്ത കംപ്രസ്ഡ് എയർ പ്ലസ് അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മുടെ വർക്ക് പീസിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യിപ്പിക്കും. അറ്റ് കൺട്രോൾഡ് കണ്ടീഷനിലാവും. ദെൻ എക്സോസ്റ്റ് ഗ്യാസും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഇതിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ വർക്ക് പീസിൻ്റെ മുകളിലുണ്ടാകുന്ന മെറ്റീരിയൽസ് വളരെ ഈസിലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടെക്നിക്കാണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ്. അപ്പോൾ മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് സപ്ലൈ ഉണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ട്, ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്, ഒരു പവർ സപ്ലൈ ആൻഡ് മിക്സർ ഉണ്ട്, പവർ സപ്ലൈ ആൻഡ് മിക്സർ. അബ്രസീവ് പാർട്ടിക്കിൾസ് മെയിൻലി അലുമിനിയം ഓക്സൈഡ്, ഡയമണ്ട് പോലുള്ള പാർട്ടിക്കിൾസാണ്, ബോറോൺ ഓക്സൈഡ് പോലത്തെ പാർട്ടിക്കിൾസാണ് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് ആയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യും. ഫുഡ് കൺട്രോൾ വാൽവ്, നോസിൽ, എക്സോസ്റ്റ്, നമ്മൾ ഇതിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കെമിക്കൽ എക്സോസ്റ്റ് കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് കഴിച്ചത്. അതാണ് കൺട്രോൾഡ് കണ്ടീഷൻ എന്ന് അവിടെ പ്രത്യേകം പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. വർക്കിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, സിമിലർ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. വലിയ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരില്ല. നമുക്കൊരു ഗ്യാസ് സപ്ലൈ ഉണ്ട്. ഗ്യാസ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് നൈട്രജൻ പോലുള്ള ഗ്യാസസോ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസോ കാര്യങ്ങളൊക്കെ വെക്കുക. ഇതിനുള്ളിൽ നമ്മുടെ കംപ്രസ്ഡ് ഗ്യാസിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്രസ്ഡ് എയേഴ്സാണ് ഉണ്ടാവും. ഹൈ പ്രഷറിലുള്ള കംപ്രസ്ഡ് എയർ നേരെ നമ്മൾ ഗ്യാസ് മിക്സ് ചെയ്ത് നേരെ നമ്മൾ ഫിൽറ്ററിലേക്ക് എത്തും. ഇനി അഥവാ ഇതിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ആ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ വാൽവ് വഴി നമ്മൾ മിക്സറിലേക്ക് എത്തും. മിക്സറിലേക്ക് എത്തുമ്പോൾ മുകളിൽ നിന്ന് അബ്രസീവ് പാർട്ടിക്കിൾസ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പോർഷനിൽ അബ്രസീവ് പാർട്ടിക്കിൾസ് സ്റ്റോർ ചെയ്യും. മെയിനായിട്ട് അലുമിനിയം ഓക്സൈഡ് പോലുള്ള സാധനങ്ങളാണ് നമ്മൾ, ബോറോൺ ഓക്സൈഡ് പോലുള്ള സാധനങ്ങളാണ് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യും. ഇതിലേക്ക് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യും. ബൈ യൂസിങ് വൈബ്രേറ്റർ വെച്ച് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഫുഡ് കൺട്രോൾ വഴി ഹൈ പ്രഷറിൽ ഈ സംഭവം നേരെ നോസിൽ വഴി നമ്മൾ വർക്ക് പീസിലേക്ക് സ്ട്രൈക്ക് ചെയ്യും. ആ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ റിമൂവ് ചെയ്യാൻ അവിടെ ചില പ്രോസസ്സുകൾ നടക്കുന്നതിനുമായി ചില ഗ്യാസ് കാര്യങ്ങളുണ്ടാവും, എക്സോസ്റ്റ്, അത് നമുക്ക് റിമൂവ് ചെയ്താൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സോസ്റ്റ് വാൽവ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം മെറ്റീരിയൽ വളരെ ഈസിലി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്രോസസ്സിനാണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി അബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് ബിറ്റ്വീൻ 10 micrometer to 50 micrometer ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെൻറ്റ് ഓഫ് എയ്തർ കട്ടിംഗ് ഓർ ഫിനിഷിംഗ് ഓഫ് എ വർക്ക് പീസ് ആർ ആക്സിലേറ്റഡ് ഇൻ ദ ഗ്യാസ് സ്ട്രീം. അതായത് അബ്രസീവ് പാർട്ടിക്കിളിൻ്റെ സൈസ് നമുക്ക് തീരുമാനിക്കും. നമുക്ക് കട്ടിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ എത്ര വേണ്ടത്, നമ്മളെ കട്ടിൻ്റെ ഫിനിഷിംഗ് സൈസ് ഒക്കെ എങ്ങനെയാണ് വേണ്ടത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ അബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ സൈസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 10 micrometer to 50 micrometer വരെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ വലിപ്പം സൈസ് കുറയുന്നതിന് ശേഷം ഫിനിഷിങ് കൂടുതലായിരിക്കും. ഓക്കെ, സൈസ് കൂടുന്നവരും ഫിനിഷിങ് കുറയുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, ദ അബ്രസീവ് പാർട്ടിക്കിൾസ് ആർ ഡയറക്റ്റഡ് ത്രൂ ദ നോസിൽ ടുവാർഡ്സ് ദ വർക്ക് സർഫസസ് വെയർ എവർ കട്ടിംഗ് ഓർ ഫിനിഷിംഗ് ഈസ് ടു ബി ഡൺ. ദ അബ്രസീവ് പാർട്ടിക്കിൾ ഡയറക്റ്റഡ് ത്രൂ ദ നോസിലാണ്. ദ അബ്രസീവ് പാർട്ടിക്കിൾ ഡയറക്റ്റഡ് ത്രൂ ദ നോസിൽ ടുവാർഡ്സ് ദ വർക്ക് പീസ് സർഫസ് വെയർ എവർ കട്ടിംഗ് ഓർ ഫിനിഷിംഗ് ഈസ് ടു ബി ഡൺ. അതിൻ്റെ കൂടെ തന്നെ ആ സംഭവം ഈ പ്രോസസ്സുകളും കട്ടിങ്ങും ഫിനിഷിങ്ങും നടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ഓർ ഫിനിഷിംഗ് ഈസ് ടു ബി ഡൺ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ആൻഡ് അതായത് നമ്മളെ നോസിലിൻ്റെ ടിപ്പും അതുപോലെ വർക്ക് പീസിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 mm ആണ് നോർമലി എടുക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് എ നോസിൽ ആൻഡ് ദ വർക്ക് സർഫസ് ഈസ് നോർമലി വിത്തിൻ 1 mm ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞാൽ, ആസ് ദ പാർട്ടിക്കിൾ ഇമ്പാക്ട് ഓൺ ദ സർഫസ് ഓഫ് വർക്ക് പീസ് ഇറ്റ് കോസസ് സ്മോൾ ഫ്രാക്ചർ ആൻഡ് വിയർ വിച്ച് ഈസ് ക്യാരിഡ് അവേ ബൈ ദ ഗ്യാസ് അലോങ് വിത്ത് അബ്രസീവ് പാർട്ടിക്കിൾസ്. അതായത് നമ്മൾ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഇമ്പാക്ട് ചെയ്യുമല്ലോ, വർക്ക് പീസിൻ്റെ മുകളിൽ ഇത് ഇമ്പാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് കോസസ് എ ചെറിയ സ്മോൾ ഫ്രാക്ചർ ആൻഡ് വിയേഴ്സ് വരാനുള്ള ചാൻസസ് കൂടാണ്. വിച്ച് ഈസ് ക്യാരിഡ് അവേ ബൈ ദ ഗ്യാസ് അലോങ് വിത്ത് അബ്രസീവ് പാർട്ടിക്കിൾ. അതിൻ്റെ കൂടെയുള്ള ഗ്യാസ് കാരണമാണ് ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണമുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ ആൻഡ് വർക്കിങ്ങിൻ്റെ കേസസിൽ നമുക്ക് അബ്രസീവ് ജെറ്റ് മെഷീനിങ്ങിൻ്റെ കേസസിൽ പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് മേജർ അഡ്വാൻറ്റേജ് ഓഫ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സുകളാണ്.
അപ്പം എന്തൊക്കെയാണ് മേജർ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ് ഈസ് ഹൈലി ഫ്ലെക്സിബിൾ പ്രോസസ് wherein the abrasive media is carried by the flexible hose which is can be reach out some difficult area in internal, അതായത് ഉള്ളിലൊക്കെ ഇൻറ്റേർണൽ ഏരിയയിലേക്കൊന്നും വല്ലാണ്ട് ഇത് റീച്ച് ചെയ്യില്ല. അപ്പോൾ ഉള്ളിൽ വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ്. അതായത് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ് ഹൈലി ഫ്ലെക്സിബിൾ പ്രോസസ്സാണ് wherein the abrasive medium is carried out to the flexible hose which can reach out to some difficult area and internal regionിലേക്കൊന്നും ഇത് എത്തൂല എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജ്. അടുത്ത പോയിന്റ് പറഞ്ഞാൽ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ് ക്രിയേറ്റ് ലോക്കലൈസ്ഡ് ഫോഴ്സസ് ആൻഡ് ജനറേറ്റ് ലെസ്സർ ഹീറ്റ് ദാൻ കൺവെൻഷണൽ മെഷീനിങ്. നമ്മൾ ബാക്കിയുള്ള മെഷീനിങ് പ്രോസസ്സിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ലെസ് ഹീറ്റാണ് ഉണ്ടാകുന്നത്. അപ്പം ഹീറ്റ് പറ്റാത്ത പാർട്ടിക്കിൾസിനൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ്. മെയിൻലി സെറാമിക്, ഗ്ലാസ് കട്ടിങ് അങ്ങനത്തെ പോലുള്ള മെഷീനിങ് പ്രോസസ്സുകളാണ് മെയിൻലി നമ്മൾ ഈ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ദർ ഇസ് നോ ഡാമേജ് ടു ദ വർക്ക് പീസ് സർഫസസ് ആൻഡ് ഓൾസോ പ്രോസസ് ഡസ് നോട്ട് ഹാവ് ടൂൾ ആൻഡ് വർക്ക് പീസ്. ദർ ഇസ് നോ ഡാമേജ് ടു ദ വർക്ക് പീസിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല. സർഫസ് ആസ് ഓൾസോ പ്രോസസ് ഡസ് നോട്ട് ഹാവ് ടൂൾ വർക്ക് പീസ് കോൺടാക്ട്, ഹെൻസ് ലെസ്സർ എമൗണ്ട് ഓഫ് ഹീറ്റ്. അതായത് ടൂളും വർക്ക് പീസും തമ്മിലൊരു വലിയ കോൺടാക്ട് വരാത്തതുകൊണ്ട് തന്നെ ലെസ്സർ എമൗണ്ട് ഓഫ് ഹീറ്റ് മാത്രമേ അവിടെ ജനറേറ്റ് ചെയ്യുള്ളൂ എന്നാണ് ഇതിൻ്റെ അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പവർ കൺസപ്ഷൻ വളരെയധികം കുറവാണ്. നമുക്കിപ്പം നമ്മളൊരു മെഷീനിങ് പ്രോസസ് ചെയ്യുമ്പം സാധാരണ നമ്മളെ മെയിൻ പർപ്പസ് ആണ് ഇലക്ട്രിസിറ്റി പോകുമല്ലോ എന്നുള്ളതാണ്. അത് ഇതിൽ പവർ കൺസപ്ഷൻ വളരെയധികം നമുക്ക് ഇതിൽ കുറഞ്ഞ് കിട്ടും എന്നുള്ളത് അതിൻ്റെ അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സിൻ്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയേണ്ടത്. ഇനി നമുക്ക് എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സിനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെറ്റൽ റിമൂവൽ റേറ്റ് നമ്മൾ ഒരിക്കലും നോക്കരുത്. മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് ഇല്ല. ഇത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ ടൈം കൺസ്യൂമിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ മെറ്റൽ റിമൂവൽ റേറ്റ് കുറവാണ്, പക്ഷേ ഭയങ്കര ഫിനിഷ്ഡ് സർഫസ് നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ പ്രോസസ് ഈസ് ലിമിറ്റഡ് ടു ബ്രിട്ടിൽ ആൻഡ് ഹാർഡ് മെറ്റീരിയൽ. മെയിനായിട്ട് ഇത് ഞാൻ പറയില്ലേ, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലാസ്, ഫൈബേഴ്സ് അങ്ങനത്തെ മെറ്റീരിയൽസാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ വിയർ റേറ്റ് ഓഫ് എ നോസിൽ ഈസ് വെരി ഹൈ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസും കംപ്രസ്ഡ് എയറും ഗ്യാസും കാര്യങ്ങളും ഉണ്ടാകുന്ന തന്നെ ഇതിൻ്റെ ഉള്ളിൽ വിയേഴ്സ് വരാനുള്ള ചാൻസസ്, ആ നോസിൻ്റെ ഉള്ളിൽ വിയേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് പെട്ടെന്ന് കേടുവരുന്നു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ ദ പ്രോസസ് റിസൾട്ട് ഇൻ പുവർ മെഷീനിങ് ആക്യുറസി. അതുപോലെ ദ പ്രോസസ് റിസൾട്ട് ഇൻ പുവർ മെഷീനിങ് ആക്യുറസി ലേശം കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം. ആക്യുറസി നമ്മൾ വിചാരിച്ച റേറ്റിൻ്റെ അത്ര ആക്യുറസി ആയിട്ട് ഈ ഒരു പ്രോസസ്സിന് കിട്ടില്ല. പുവർ മെഷീനിങ് ആക്യുറസിയാണ്. നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? നെക്സ്റ്റ് പോയിന്റ് വെച്ചാൽ ദ പ്രോസസ് ക്യാൻ ബി കോസ് എൻവറോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പം ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു എൻവയറമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് കുറച്ച് നമ്മൾ ആ ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുമല്ലോ, ആ എക്സോസ്റ്റ് ഗ്യാസ് കാരണം ചെറിയൊരു പൊല്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണെന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജിൻ്റെ കേസസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ മേജറായിട്ട് വരുന്ന മെഷീനിങ് ഓഫ് ഇൻട്രിക്കേറ്റ് പ്രൊഫൈൽസ് ഓൺ ഹാർഡ് ആൻഡ് ഫ്രാഗിൾ മെറ്റീരിയൽസിനെ വളരെ ഈസിലി നമുക്ക് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് മെഷീനിങ് ചെയ്യാൻ പറ്റും. ഫൈൻ ഡ്രില്ലിംഗ് ആൻഡ് മൈക്രോ വെൽഡിങ് പ്രോസസ്സുകളും ഇതിൽ ചെയ്യാവുന്നതാണ്. അതായത് ഫൈനായിട്ടുള്ള ഹോളും ഡ്രില്ലിങ്ങും പോലത്തെ ഓപ്പറേഷനും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഫ്രോസ്റ്റിംഗ് ആൻഡ് അബ്രാഡിങ് ഓഫ് ഗ്ലാസ് ആർട്ടിക്കിൾ, നമുക്ക് ഗ്ലാസ്സിൽ ഹോളും മറ്റേ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിലി നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ കഴിയും. മെഷീനിങ് ഓഫ് സെമി കണ്ടക്ടർ, ഇലക്ട്രിക്കൽ സർക്യൂട്ടുള്ള സെമി കണ്ടക്ടർ പോലുള്ള മെറ്റീരിയൽസിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് വളരെ ഈസിലി യൂസ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ്. ഓക്കെ, നമ്മുടെ 9ാമത്തെ മെഷീനിങ് പ്രോസസ്സാണ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഷീനിങ് പ്രോസസ്സ് കൂടി പഠിക്കാണ്ട് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ്. അതോടുകൂടി നമ്മളെ ഈ ഒരു മൊഡ്യൂൾ 3rd മൊഡ്യൂൾ നമ്മൾ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് 5th മൊഡ്യൂളാണ്. ഫോർജിങ് എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 4th മൊഡ്യൂൾ എടുക്കാം, ഷീറ്റ് മെറ്റൽ പ്രോസസ്സ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പം എന്താണ്
അൾട്രാസോണിക് മെഷീനിങ്. നിങ്ങൾ തന്നെ പറ, വാട്ട് യു മീൻ ബൈ അൾട്രാസോണിക്? അൾട്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ നോർമൽ ഓഡിയബിൾ റേഞ്ചിൽ നിന്നും, അതായത് നോർമൽ ഓഡിയബിൾ റേഞ്ചിന് 20 Hz to 120 Hz ആണ് നോർമൽ ഓഡിയബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, 20 Hz to 120 kHz വരെയാണ് നോർമൽ ഓഡിയോ. അതിൻ്റെ കൂടുതൽ വരുന്ന ഫ്രീക്വൻസിയിൽ വരുന്നതിനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാധനം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അൾട്രാസോണിക് മെഷീനിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. The ultrasonic machining is the mechanical material removal process ആണ്. അൾട്രാസോണിക് മെഷീനിങ് അഥവാ USM is the mechanical material removal process ആണ്. ഓക്കെ, ഇതിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് അതിൻ്റെ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇറോഡ് ഓർ റിമൂവ് ദ മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ ഹോൾസ് ആൻഡ് ക്യാവിറ്റി ഇൻ എ ഹാർഡ് ഓർ ബ്രിട്ടിൽ വർക്ക് പീസ് through in use of formed tools, the variation of high frequency along with the use of suitable abrasive slurry mix. അതായത് ഇതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ബൈ യൂസിങ് വൈബ്രേഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻ. അതായത് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഫ്രീക്വൻസിനെ നമ്മൾ വൈബ്രേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ വൈബ്രേഷൻസ് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾസ് ആയിട്ട് സ്ലറി ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ വിയേഴ്സ് വരുമ്പോൾ വിയേഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അൾട്രാസോണിക് മെഷീനിങ് USM, ദ പ്രോസസ് ഈസ് സൂട്ടബിൾ ഫോർ മെഷീനിങ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽ സച്ച് ആസ് ഗ്ലാസ്, സെറാമിക്, സെമി കണ്ടക്ടർ പോലുള്ള നമ്മൾ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പറഞ്ഞാൽ അത് ഏകദേശം ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ്. സച്ച് ആസ് ഗ്ലാസ്, സെറാമിക് ആൻഡ് സെമി കണ്ടക്ടർ ഫോർ ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ഓപ്പറേഷൻ ടു പ്രൊവൈഡ് ഇൻട്രിക്കേറ്റ് ഷേപ്സ് ആൻഡ് വർക്ക് പീസ് പ്രൊഫൈൽ. ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പം അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഓഡിയബിൾ റേഞ്ചിന് മുകളിൽ വരുന്ന ഫ്രീക്വൻസിയുള്ള വേവ്സിനെ നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ടിനെ ഇലക്ട്രിക്കൽ ഫ്രീക്വൻസി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മെക്കാനിക്കൽ വൈബ്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ. ഓക്കെ, അത് ഞാൻ വഴിയെ ഞാൻ ഓരോ പ്രോസസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇതൊരു സ്കീമാറ്റിക് ഓഫ് അൾട്രാസോണിക് മെറ്റീരിയൽ റിമൂവലിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇതിവിടെ കാണിക്കുന്നത് നമ്മുടെ വർക്ക് പീസാണ്, ഇവിടെ പറഞ്ഞാൽ അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അലുമിനിയം ഓക്സൈഡ് പോലുള്ള അഥവാ ബോറിയം ക്ലോറൈഡ് പോലുള്ള സംഭവങ്ങളാണ്, അഥവാ ഡയമണ്ട് പോലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ അബ്രസീവ് പാർട്ടിക്കിൾ. ഇത് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്ലറിയാണ് നമ്മളിവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ ടൂള് ഒരു ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ ടൂളിൻ്റെ മുകളിൽ നിന്ന് മെക്കാനിക്കൽ വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വരുമ്പോൾ എന്താ, ടൂള് വൈബ്രേറ്റ് ചെയ്യും. ആ ടൂള് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് എല്ലാം വിയർ വരും. ആ വിയറും നമ്മുടെ ടൂളും കൂടി മെക്കാനിക്കൽ വൈബ്രേഷൻ കോണ്ടാക്ട് വരുമ്പം ഇതിൻ്റെ മുകളിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്ത് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ നമ്മുടെ കാവിറ്റേഷൻ പോലുള്ള പ്രോസസ്സില്ലേ, അതൊക്കെ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു വർക്കിംഗ് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ മെയിനായിട്ട് 20 to 40 kHz ഉള്ള ലോഡ്സാണ് വൈബ്രേഷൻസാണ് നമ്മൾ മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പ് പോർഷനിൽ ഉണ്ടാകുന്നതാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ജനറേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഡ്യൂസറിനെ കപ്പിൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു കോൺ വഴി നമ്മൾ ടൂളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സുള്ളത്. ദെൻ ഒരു വർക്ക് പീസ് ഉണ്ടാവും, അതിലേക്ക് പമ്പ് വഴി നമ്മൾ അബ്രസീവ് സ്ലറി പാർട്ടിക്കിൾസ് പമ്പ് ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ജനറേറ്റർ എപ്പോഴും നമ്മളൊരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് പവർ സപ്ലൈ വരുമ്പോൾ എന്താണ്, ലോ ഫ്രീക്വൻസി ഉള്ള കറണ്ടിനെ ഹൈ ഫ്രീക്വൻസി കറണ്ടായിട്ട് നമ്മൾ ഈ ഒരു ജനറേറ്റർ കൺവേർട്ട് ചെയ്ത് എടുക്കും. അതാണ് ജനറേറ്ററിൻ്റെ മെയിൻ പർപ്പസ്. അപ്പം ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള കറണ്ടായിരിക്കും ഇവിടെ ഉണ്ടാവും. ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് നമ്മൾ ഈ കോൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കാം. ട്രാൻസ്ഡ്യൂസറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്, അവിടെയുള്ള ഇലക്ട്രിക്കൽ വൈബ്രേഷൻ, അതായത് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറണ്ടിനെ നമ്മൾ മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കൽ കറണ്ടിനെ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക്കൽ കറണ്ടിനെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ടു മെക്കാനിക്കൽ എനർജി. ദാറ്റ് ഹൈ മെക്കാനിക്കൽ എനർജി വിൽ ബി ഡെവലപ്പിംഗ് ഓൺ ദ ട്രാൻസ്ഡ്യൂസർ. ദെൻ ഈ ട്രാൻസ്ഡ്യൂസർ നേരെ നമ്മൾ ടൂളായിട്ട്
കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ടൂളായിട്ട് കണക്ട് ചെയ്തപ്പം നമ്മൾ ഈ ഒരു ട്രാൻസ്ഡ്യൂസറിലുള്ള മെക്കാനിക്കൽ വൈബ്രേഷൻസ് നമ്മൾ ഈ ടൂളിലേക്കും പാസ് ചെയ്യും. അപ്പോൾ ടൂൾ എന്താണ്, ഹൈ ഫ്രീക്വൻസിയിൽ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ടൂളും വർക്ക് പീസും നമ്മൾ വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളിവിടേക്ക് അബ്രസീവ് സ്ലറി ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അബ്രസീവ് സ്ലറി കൊടുക്കുമ്പോൾ അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മളെ വർക്ക് പീസിൻ്റെ മുകളിൽ വരികയും ഈ ഒരു മോഷൻ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് അൾട്രാസോണിക് മോഷൻസ് ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടായിരുന്നു. അതായത് ഹൈ വൈബ്രേഷൻ അവിടെ ഉണ്ടാവുകയും ആ വൈബ്രേഷൻ്റെ ഫലമായി ഇവിടെ വിയർ വരികയും ആ വിയറിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള വർക്ക് പീസിലുള്ള മെറ്റീരിയൽ റിമൂവ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മളൊരു പവർ സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ജനറേറ്ററാണുള്ളത്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിലുള്ള കറണ്ടിനെ ഹൈ ഫ്രീക്വൻസി കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ ജനറേറ്റർ നമ്മൾ നേരെ ട്രാൻസ്ഡ്യൂസറായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ട്രാൻസ്ഡ്യൂസർ അവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള കറണ്ടിനെ നമ്മൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള മെക്കാനിക്കൽ വൈബ്രേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഈ മെക്കാനിക്കൽ വൈബ്രേഷൻ നമ്മൾ ടൂളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഹൈ ഫ്രീക്വൻസിയിൽ ഈ ടൂൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ അബ്രസീവ് സ്ലറി, അതായത് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ് ആയ അലുമിനിയം ഓക്സൈഡ് അതുപോലെ ബോറോൺ ഓക്സൈഡ് പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ വിയേഴ്സ് വരികയും വിയേഴ്സിൻ്റെ ഫലമായിട്ട് മെറ്റൽ റിമൂവലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, അപ്പം പാർട്സും കാര്യങ്ങളൊക്കെ ഓർക്കുക. ഒരു പമ്പ് വഴി അബ്രസീവ് സ്ലറി വഹിക്കുന്നുണ്ട്. ദെൻ ഒരു ടൂൾ ഉണ്ടാവും, ദെൻ ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടാവും, ഒരു മെക്കാനിക്കൽ ജനറേറ്റർ ഉണ്ടാവും, ഇതൊരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്കിതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് നമുക്കൊന്ന് പറയാം. ജസ്റ്റ് ദ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ് ഈസ് പെർഫോംഡ് യൂസിങ് ഡിസൈറബിൾ ടൂൾ അലോങ് വിത്ത് അബ്രസീവ് സ്ലറി ആസ് എ മീഡിയ. നമ്മൾ അബ്രസീവ് സ്ലറി ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ കട്ടിംഗ് ടൂൾ ഇസ് ഓസിലേറ്റ് അറ്റ് ഹൈ ഫ്രീക്വൻസി. കട്ടിംഗ് ടൂൾ നമ്മൾ പറഞ്ഞല്ലോ മെക്കാനിക്കൽ വൈബ്രേഷനെ കൺവേർട്ട് ചെയ്തിട്ട് ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടിപ്പിക്കലി ഏകദേശം 20 to 40 kHz വരെയാണ് ഇതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവുക. അത് ഞാൻ അവിടെ പറയാനാണ് നിങ്ങളിവിടെ പോയിന്റ് വൈസ് പറയുമ്പോൾ പറയാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് അവിടെ എന്താ നടക്കുന്നത് മാത്രമേ നമ്മൾ ആ ഒരു ഫിഗറിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ്, അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ദ ഷേപ്പ് ഓഫ് എ ടൂൾ ഈസ് കറസ്പോണ്ടൻറ്റ് ടു ദ ഷേപ്പ് റിക്വയർമെൻറ്റ് ഇൻ ദ വർക്ക് പീസ്. അതായത് ഷേപ്പ് ഓഫ് എ ടൂൾ ഈസ് കറസ്പോണ്ടൻറ്റ് ടു ദ ഷേപ്പ് റിക്വയർമെൻറ്റ് ഓഫ് വർക്ക് പീസ്. ഇങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത മെയിൻ പോയിന്റ് എന്താ പറയുന്നത്, ദ abrasive grains are driven by high speed reciprocation across the small gap in between tool and workpiece. അതായത് നമ്മുടെ അബ്രസീവ് പാർട്ടിക്കിൾസ് നമ്മുടെ വർക്ക് പീസിൻ്റെയും അതുപോലെ ടൂളിൻ്റെയും ഇടയിലാണ് ഉണ്ടാവുക. അപ്പം ഹൈ റെസിപ്രോക്കേഷൻ ദ ഹൈ സ്പീഡ് റെസിപ്രോക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് ആ സ്മോൾ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ. വെൻ ദ ടൂൾ ആൻഡ് വർക്ക് പീസ് ദെൻ യൂണിഫോം ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ഗ്രാജുവലി ഫീഡ് ദ ടൂൾ. അതുവരെ നമ്മൾ മുകളിൽ നിന്ന് യൂണിഫോം ഫോഴ്സാണ് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാജുവൽ ഫീഡായിരിക്കും ഇതിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ ഇമ്പാക്ട് ഓഫ് അബ്രസീവ് is the energy source which is mainly responsible in the removal of material. The impact of abrasive is the energy source which is mainly responsible in the removal of material and through the form of small wear particle which is carried away by the abrasive slurry. ഓക്കെ, ആ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ മുകളിൽ നമ്മൾ ആ ഫോഴ്സും കൂടി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ ആ വിയേഴ്സിൻ്റെ ബോധത്തിലുള്ള മെറ്റീരിയൽ കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് പോകുന്ന ഒരു ടെക്നിക്കിനാണ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞോ. ചിലപ്പോൾ ഞാൻ ഇനി പറയുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ നിങ്ങൾക്ക് എനിക്കറിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അബ്രസീവ് ജെറ്റിലെ അൾട്രാസോണിക് മെഷീനിങ്ങിൻ്റെ മേജർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അൾട്രാസോണിക് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ മെഷീനിങ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് മെറ്റാലിക് അലോയ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഗ്ലാസ് ആൻഡ് സെറാമിക് കാർബൈഡ് എക്സെട്ര നമുക്ക് മെഷീനിങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി ബ്രിട്ടിൽ മെറ്റീരിയൽ, മെറ്റാലിക് അലോയ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഗ്ലാസ് കാര്യങ്ങൾ, സെറാമിക്, ഈ മെറ്റീരിയലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുക, ഇൻ ദ മെഷീനിങ് ഓഫ് അഡ്വാൻസ്ഡ് സെറാമിക് ഫോർ അപ്ലിക്കേഷൻ ഇൻ ഓട്ടോ എഞ്ചിൻ കോമ്പോണൻറ്റ്. ദ മെഷീനിങ് ഓഫ് അഡ്വാൻസ്ഡ് സെറാമിക്സ് ഫോർ അപ്ലിക്കേഷൻ ഇൻ ഓട്ടോ എഞ്ചിൻ കോമ്പോണൻസിൻ്റെ കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഇൻ മെഷീനിങ് വയർ ഡ്രോയിങ്, പഞ്ചിങ് ഓർ ബ്ലാങ്കിങ് സ്മോൾ ഡൈസ്. ദ മെഷീനിങ് മെയിനായിട്ട് വയർ ഡ്രോയിങ് നമുക്ക് ചെയ്യാം, അതുപോലെ പഞ്ചിങ് ചെയ്യാം, അതുപോലെ ബ്ലാങ്കിങ് ഓഫ് സ്മോൾ ഡൈസ് കാര്യങ്ങളൊക്കെ വളരെ ഈസിലി നമുക്ക് ഈ അൾട്രാസോണിക് മെഷീനിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് പ്രോസസ്സ് എന്താ? ദ മെഷീനിങ് സെറാമിക് substrates for drilling holes in borosilicate glass for sensor used in electronic industries. അതായത് ഒരു ടിപ്പിക്കൽ ആപ്ലിക്കേഷനാണ് ആ പറഞ്ഞത്. ഓക്കെ, അതായത് മെയിനായിട്ട് മെഷീനിങ് സെറാമിക് സബ്സ്ട്രാക്ട് വെച്ചിട്ട് ഡ്രിൽ ചെയ്യുന്ന, നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഹോൾ ക്രിയേറ്റ് ചെയ്യില്ലേ, അങ്ങനത്തെ പ്രോസസ്സൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര തിക്നെസ് ഉള്ള ഗ്ലാസസ് കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദ ഡ്രില്ലിംഗ് സ്മോൾ ഹോൾസ് ഇൻ ഹെലികോപ്റ്റേഴ്സ് പവർ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് ആൻഡ് ഗിയേഴ്സ്. അതായത് ചെറിയ ചെറിയ ഹോള് നമ്മളെ ഹെലികോപ്റ്ററിൻ്റെ കേസ്, പവർ ട്രാൻസ്മിഷൻ്റെ കേസിലൊക്കെ ഉണ്ടാവില്ലേ, ഗിയറിൻ്റെ തന്നെ. അപ്പോൾ വളരെ മൈന്യൂട്ടുള്ള ഹോളുകളാണ് ഷാഫ്റ്റിൻ്റെ മുകളിലും ഗിയറിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിലി നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൾട്രാസോണിക് മെഷീനിങ്ങിൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത പറയുകയാണെന്നുള്ളത് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്ലിക്കേഷനാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇൻ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ് ദർ ഇസ് എ നോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഓർ തെർമൽ ചേഞ്ചസ്. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ ദർ ഇസ് എ ഫിസിക്കൽ ചേഞ്ചോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല. ഒരു തെർമൽ ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് അതൊരു മേജർ അഡ്വാൻറ്റേജ് ആണ്. അടുത്ത പ്രോസസ്സ് എന്താണ്? ദ പ്രോസസ് ഈസ് സൂട്ടബിൾ ഫോർ എനി മെറ്റീരിയൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ദ പ്രോസസ് സൂട്ടബിൾ ഏത് മെറ്റീരിയലും യൂസ് ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള കേസസിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് എന്താണ്? ദ പ്രോസസ് ഇസ് വെരി മച്ച് സൂട്ടബിൾ ഫോർ മെഷീനിങ് ബ്രിട്ടിൽ. മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടിയാണ്, അതുപോലെ സെറാമിക് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടി, ഗ്ലാസ് മെറ്റീരിയൽസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ദ പ്രോസസ് ഓഫേഴ്സ് ഗുഡ് സർഫസ് ഫിനിഷ് ആൻഡ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി. അതപ്പം ഈ ഒരു നമ്മൾ അൾട്രാസോണിക് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സർഫസ് ഫിനിഷിങ് കൂടുതൽ കിട്ടും ഈ ഒരു പ്രോസസ്സിലൂടെ. അതുപോലെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും കൂടുന്നതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് അഡ്വാൻറ്റേജിൽ പറയാനുള്ളത് ദർ ഇസ് എ നോ ഡയറക്റ്റ് കോൺടാക്ട് ഓഫ് ടൂൾ ആൻഡ് വർക്ക് പീസ്. അതായത് ദർ ഇസ് എ നോ ഡയറക്റ്റ് ടൂളും വർക്ക് പീസും നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് കോൺടാക്ട് ഇതിലില്ല. ഡ്യൂ ടു ദ സ്ലറി ഈസ് യൂസ്ഡ് ഇറ്റ് ഈസ് മേക്ക് എ വെറ്റ് കട്ടിംഗ് പ്രോസസ്. അതുകൊണ്ട് തന്നെ സ്ലറി യൂസ് ചെയ്യുന്ന ഒരു വെറ്റ് കട്ടിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. വെറ്റ് കട്ടിംഗ് പ്രോസസ്. ദിസ് സർഫസസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആർ ഫ്രീ ഫ്രം സ്ട്രെസ് ആൻഡ് ഡാമേജസ്. ഇതാണ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻലി ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ലെഡ് ആൻഡ് പ്ലാസ്റ്റിക് ലെഡും പ്ലാസ്റ്റിക് ഒന്നും ചെയ്യാൻ ഇത് സൂട്ടബിൾ ആയിരിക്കില്ല. സൂട്ടബിൾ ഫോർ മെഷീനിങ് ബൈ യൂസിങ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ് സിൻസ് ദേ ടെൻസ് ടു അബ്സോർബ് ദ അബ്രസീവ് പാർട്ടിക്കിൾ റാദർ ദാൻ ക്ലിപ്പ് അണ്ടർ ദെയർ ഇമ്പാക്ട്. അപ്പോൾ ആ ഇമ്പാക്റ്റ് കാരണം അബ്രസീവ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിസ്അഡ്വാൻറ്റേജ്. ദെൻ ഹയർ പവർ ആയിരിക്കും. ഇതിന് നമ്മൾ പവർ കൺസപ്ഷൻ കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു പ്രോസസ്സിന്. ഹയർ പവർ ആയിരിക്കും. ലോവർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അത് നമ്മൾ ബാക്കിയുള്ള മെഷീനിങ് കമ്പയർ ചെയ്യുന്നത് നമ്മൾ അബ്രസീവ് ജെറ്റ് മെഷീനിങ് ചെയ്യുമ്പോഴും മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഈ ഒരു പ്രോസസ്സിന്. അടുത്തെന്താണ്? ദ ടൂൾ വിയർ റേറ്റ് ഓഫ് അൾട്രാസോണിക് മെഷീൻ പ്രോസസ് ഈസ് ഫാസ്റ്റ്. അതായത് ടൂൾ വിയർ റേറ്റ് ഓഫ് അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ് ഈസ് ഫാസ്റ്റ് ആയിരിക്കും. ടൂൾ വിയറിൻ്റെ കേസസ് വരുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും ഇത്. അപ്പം അതൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ടൂൾ വിയർ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ സൈസ് ഓഫ് എ ക്യാവിറ്റി ദാറ്റ് ക്യാൻ ബി മെഷീൻ ഇൻ ലിമിറ്റഡ്. അതായത് ഡിഫറെൻറ്റ് സൈസിലുള്ള ക്യാവിറ്റീസ് നമുക്ക് അറിയാനുള്ള ഒരു മിനിമം സൈസിലുള്ള ക്യാവിറ്റീസ് മാത്രമേ മെയിൻലി നമുക്ക് ഒരു മെഷീനിങ് പ്രോസസ്സ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താ? ദ ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഈസ് ഹയർ ദാൻ ദ കൺവെൻഷൻ മെഷീൻ. ദിസ് ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹയർ ആയിരിക്കും. കൺവെൻഷൻ മെഷീനിങ് യൂസ് ചെയ്യുന്നതിനും കുറച്ചും കൂടി ഹയർ ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ് പ്രോസസ്സ്, ദെൻ അതിൻ്റെ കാര്യങ്ങളും കേസസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ അബ്രസീവ് ജെറ്റ് മെഷീനിങ് പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അൾട്രാസോണിക് മെഷീനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് അൾട്രാസോണിക് മെഷീനിങ്, എന്താണ് അൾട്രാസോണിക്, എത്ര ഹെഡ്സിൻ്റെ മോഡൽ, അതായത് 20 to 120 kHz മുകളിലേക്ക് വരുന്ന ഫ്രീക്വൻസി ഉള്ളതിനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് അവിടുത്തെ എനർജി കൺവേർഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്, എങ്ങനെയാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അൾട്രാസോണിക് മെഷീനിങ് പ്രോസസ്സിൽ പറഞ്ഞിട്ടുണ്ട്.
കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീനിങ് പ്രോസസ്സാണ്. അതാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആപ്ലിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ അടുത്ത അസൈൻമെൻറ്റിൻ്റെ കാര്യം കൂടി ഞാൻ അതിൽ മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് എഴുതേണ്ട ക്വസ്റ്റ്യനായിട്ട് ഞാൻ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാം, ക്വസ്റ്റ്യനായിട്ട് ഇടാം. നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് അസൈൻമെൻറ്റ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് എന്താണ്, ഗ്രൈൻഡിങ് പ്രോസസ്സ് എന്തൊക്കെയാണ്, ആയിട്ട് ഡിഫറെൻറ്റ് ഗ്രൈൻഡിങ് പ്രോസസ്സുകൾ ഏതൊക്കെയുള്ളത് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗ്രൈൻഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ദെൻ പിന്നെ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തരാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ് ഷേപ്പർ മെഷീൻ. നിങ്ങൾ ഷേപ്പറൊക്കെ നിങ്ങളിപ്പോൾ പ്രൊഡക്ഷൻ ലാബിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്താണ് ഷേപ്പർ മെഷീൻ, എന്താണ് ഷേപ്പർ മെഷീൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, അതുപോലെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇല്ലേ, എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ആ ഫോർത്ത് മൊഡ്യൂളിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് നാളെ തരാം. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ഇത് വെക്കേണ്ടത് മിക്കവാറും നിങ്ങൾക്ക് ഈ വീക്കല്ല, നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ, ഈ ഫ്രൈഡേ അല്ല നെക്സ്റ്റ് ഫ്രൈഡേ നിങ്ങൾക്ക് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, നാളെ ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഫ്രൈഡേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഗ്രൂപ്പ് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എക്സാമിൻ്റെ പേപ്പറൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാർ വളരെ മോശമായിട്ടാണ് എഴുതിയത്, ബാക്കിയുള്ളവരൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, മറക്കരുത്. ഓക്കെ, ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.